ക്രഷർ കോറി ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കുന്നതിനും ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും സർക്കാർ തലത്തിൽ റെഗുലേറ്ററി അതോറിറ്റിയും ജില്ലാ തലത്തിൽ മോണിറ്ററിംഗ് വേണമെന്ന് വടകരയിൽ നടന്ന ലെൻസ്ഫെഡ് സെമിനാർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ലെൻസ്ഫെഡ് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് വടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധിയും പരിഹാരവും എന്ന വിഷയത്തെക്കുറിച്ച് സംവാദം സംഘടിപ്പിച്ചത്. കോറി ഉൽപ്പന്നങ്ങളായ മെറ്റൽ, എംസാൻഡ്, കരിങ്കല്ല് എന്നിവയുടെ വില ഉടമകൾ ക്രമാതീതമായി വർദ്ധിപ്പിച്ചത് പിൻവലിക്കുക, പുഴകളിൽ കെട്ടിക്കിടക്കുന്ന മണൽ വാരാൻ അനുമതി നൽകുക എന്നീ ആവശ്യങ്ങളും സെമിനാർ ഉന്നയിച്ചു. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധിയും പരിഹാരവും എന്ന വിഷയത്തിൽ നടന്ന സംവാദ ലെൻസ്ഫെഡ് സംസ്ഥാന പ്രസിഡന്റ് CS വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ മേഖലയുമായി പ്രവർത്തിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വലിയൊരു കോൺട്രഡിക്റ്റ് ആയിട്ട് വരുന്നൊരു സംഭവമാണ് എങ്ങനെ നമുക്ക് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെ നിർമ്മാണം നടത്താമെന്ന്. അതിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് നിർമ്മാണ മേഖലയുടെ സാധന സാമഗ്രികളായിട്ടുള്ള നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായിട്ട് വേണ്ട സിമൻ്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ അതിന് ആവശ്യമായിട്ടുള്ള മണലായിക്കോട്ടെ, എംസാൻഡ് ആയിക്കോട്ടെ, ജില്ലയായിക്കോട്ടെ, എല്ലാ അസംസ്കൃത വസ്തുക്കളും പ്രകൃതിയിൽ നിന്ന് എടുത്ത് പോകുന്നു എന്നുള്ളതാണ്. അപ്പം ഇതിനെ എങ്ങനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും നമുക്കാണ്. അതോടൊപ്പം തന്നെ ഇത് ഈ മേഖലയ്ക്ക് ഈ നമ്മുടെ രാജ്യത്തും അതുപോലെ തന്നെ ലോകത്തും എല്ലാം ആവശ്യമാണ്. നിർമ്മാണം എന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. വീടായാലും അല്ലെങ്കിൽ മറ്റുള്ള വാണിജ്യ കെട്ടിടങ്ങളായാലും ഏതാണേലും ഏതൊരു വികസനത്തിൻ്റെയും പിന്നിൽ നിർമ്മാണം എന്നത് വളരെ പ്രാധാന്യമാണ്. അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് നിൽക്കുന്നവരൊക്കെ തന്നെയാണ് നമ്മൾ. അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മുന്നിലെത്തിക്കുന്ന ഒന്ന് അഗ്രികൾച്ചറാണ്, ഒരു സംസ്കാരമാണ്. അത് അഗ്രികൾച്ചറായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം വരുന്ന ഏറ്റവും വലിയ മേഖല എന്ന് പറയുന്നത് നിർമ്മാണ മേഖലയാണ്. പക്ഷേ നിർമ്മാണ മേഖലയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം ഗവൺമെൻറ് തലത്തിലോ മറ്റും നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നിർമ്മാണം ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അതിന് സെപ്പറേറ്റ് ഒരു വകുപ്പ് കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ കേരളം എടുത്തു നോക്കിയാലില്ല. അത് കുറച്ച് ഭാഗം PWD, കുറച്ച് ഇറിഗേഷൻ്റെയും കുറച്ച് മറ്റുള്ള വിദ്യാഭ്യാസ ബിൽഡിങ്ങൊക്കെ നിർമ്മിക്കുന്നതുമായി വിദ്യാഭ്യാസത്തിൻ്റെ വകയിലും അങ്ങനെ ഒട്ടനവധിയായിട്ടുള്ള ഒരു ഷഫ്ലിംഗ് ആയിട്ട് PWD ഇതിന് തന്നെ ഒരു വകുപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഉൾക്കൊള്ളാൻ സാധിക്കൂ. പ്രൊഫസർ TP കുഞ്ഞിക്കണ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ഈ ദ്വിതീയ മേഖലയുടെ ഭാഗമായിട്ടാണ് നിർമ്മാണ മേഖലയെ കണക്കാക്കുന്നത്. നിർമ്മാണം ഉൾക്കൊള്ളുന്ന ആ മേഖലയുടെ സമ്പദ്ഘടനയിലേക്കുള്ള സംഭാവന 25%. ആകെ സമ്പദ്ഘടനയിൽ ഉണ്ടാകുന്ന 100 രൂപയാണ് എന്നുണ്ടെങ്കിൽ 25 രൂപയാണ് ഈ ഒരു മേഖലയിൽ നിന്ന് വരുന്നത്. ഈ 25, 11, 36 കഴിച്ച് 64% കേരളത്തിൻ്റെ സമ്പദ്ഘടനയിലേക്ക് സംഭാവന ചെയ്യുന്നത് സേവന മേഖലയിൽ. വിദ്യാഭ്യാസം, ആരോഗ്യം, ധനകാര്യ വിനിമയങ്ങൾ, ഗതാഗതം, IT അങ്ങനെ ഉണ്ടാകുന്ന വിവിധങ്ങളായിട്ടുള്ള സേവന മേഖലകളിൽ നിന്നാണ് 64% സംഭാവനയും ഉണ്ടാകുന്നത്. കുറച്ചും കൂടി നമ്മൾ താഴ്ന്ന് പരിശോധിച്ച് നോക്കിയാൽ ഈ 25%-ൻ്റെ 52% നിർമ്മാണ മേഖലയിൽ നിന്നാണ്. അതാണ് കേരളത്തിൻ്റെ സമ്പദ്ഘടനയിലേക്ക് ഉണ്ടാകുന്ന 25% ഈ ദ്വിതീയ മേഖലയുടെ സംഭാവനയും അതിൻ്റെ പകുതിയിലധികം നിർമ്മാണ മേഖലയിൽ നിന്നാണ് വരുന്നത്. അതാണ് നിർമ്മാണ മേഖലയെ പ്രസക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഈ ദ്വിതീയ മേഖല മൊത്തത്തിൽ ഒരു 4% കഴിഞ്ഞ വർഷം വളർന്നതെന്നുണ്ടെങ്കിൽ നിർമ്മാണ മേഖല അതിനേക്കാൾ ഒരു 4.6% വർധനവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വർധനവ് ഉണ്ടാകുന്നതും ഈ ദ്വിതീയ മേഖലയിൽ വർധനവ് ഉണ്ടാക്കുന്നതും നിർമ്മാണ മേഖലയാണ്. ആകെ ഉണ്ടാകുന്ന കേരളത്തിലെ തൊഴിലവസരങ്ങളിൽ ഏതാണ്ട് 16% നിർമ്മാണ മേഖലയാണ് പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ വരുമാനത്തിൻ്റെ കാര്യത്തിൽ, തൊഴിലിൻ്റെ കാര്യത്തിൽ അങ്ങനെ കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ ചലിപ്പിച്ച് നിർത്തുന്നതിൽ ഒരു പ്രധാനപ്പെട്ട റോള് നിർമ്മാണ മേഖലയ്ക്കുണ്ട് എന്നുള്ളതാണ് അതിനെ പ്രസക്തമാക്കുന്നത്. സീനിയർ ജിയോളജിസ്റ്റ് T. മോഹൻ, കേരള മൈനിങ് ആൻഡ് ക്രഷിംഗ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് MK ബാബു, വടകര പ്രസ് ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി VV രഗീഷ, CWSA സംസ്ഥാന പ്രസിഡന്റ് PK ചന്ദ്രൻ, TP രാമചന്ദ്രൻ, കൗൺസിലർ ബിജുകുമാർ, അനിൽകുമാർ CM, സജിത് കുമാർ എന്നിവർ സംസാരിച്ചു. T. ജാബിർ മോഡറേറ്ററായി. ലെൻസ്ഫെഡ് ഏരിയ പ്രസിഡന്റ് TK സുഹൈൽ അധ്യക്ഷത വഹിച്ചു. പ്രതിസന്ധികൾ എങ്ങനെ തരണം ചെയ്യാമെന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതോടൊപ്പം അതെങ്ങനെ പരിഹരിക്കപ്പെടാമെന്ന് കൂടി ചർച്ച ചെയ്യുകയും ആ ചർച്ചകൾ അധികാരികളുടെ മുമ്പിലേക്കും വേണ്ടപ്പെട്ടവരുടെ മുമ്പിലേക്കും എത്തിപ്പെട്ട് അതിന്
എങ്ങനെ പരിഹാരമുണ്ടാക്കാം എന്നതിനെക്കുറിച്ച് ആലോചിച്ച് ഒരു പരിഹാര മാർഗങ്ങളാണ് നമുക്ക് വേണ്ടത്. എപ്പോഴും നമ്മൾ കാണുന്ന ഒരു വിഷയമാണ് വിലക്കയറ്റം. വിലക്കയറ്റം എന്ന് പറയുന്നതിലപ്പുറം അന്യായമായ വിലക്കയറ്റം, അതൊക്കെയാണ് പലപ്പോഴും നിർമ്മാണ മേഖലയിൽ വിഷയങ്ങളായി കാണുന്നത്. എങ്കിലും പാരിസ്ഥിതികമായി നിർമ്മാണ മേഖലയിൽ പരിസ്ഥിതി സൗഹൃദപരമായി നിർമ്മാണങ്ങൾ നടത്തുന്നതിനെക്കുറിച്ചുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സാധാരണക്കാർക്കും ഉള്ള വ്യക്തമായ അറിവില്ലായ്മയും മറ്റീരിയലുകളുടെ വിലക്കുറവ് ഉണ്ടാകുന്നതിന് കാരണമാകാറുണ്ട്. മറ്റീരിയൽ ആവശ്യത്തിനനുസരിച്ച് ലഭ്യമല്ലാതിരിക്കുമ്പോൾ ഡിമാൻഡ് കൂടുകയും വില വർധനവ് വരികയൊക്കെ ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായി നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളാണ്. പല മെറ്റീരിയലുകളും ഇനിയങ്ങോട്ട് 5 വർഷം കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ തീരെ ഉണ്ടാവുകയില്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊരു പരിഹാരവും നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ചടങ്ങിൽ ഏരിയ സെക്രട്ടറി എൻ അബ്ദുൽ കനി സ്വാഗതവും KT നിതീഷ നന്ദിയും പറഞ്ഞു. നിർമ്മാണ തൊഴിൽ മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട എഞ്ചിനീയർമാരുടെയും സൂപ്പർവൈസർമാരുടെയും സംഘടനയായ ലെൻസ്ഫെഡിൻ്റെ സ്ഥാപക ദിനമാണിന്ന്. അതിൻ്റെ വടകര ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധിയും പരിഹാരവും എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനാ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സംവാദ പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മളെപ്പോഴും പറയും പോലെ കാർഷിക മേഖല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേരളത്തെ മുന്നോട്ട് നയിക്കുന്ന തൊഴിൽ മേഖലയാണ് നിർമ്മാണ മേഖല. ആ മേഖല ഇന്ന് ഏറെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വസ്തുക്കളുടെ ലഭ്യതക്കുറവായാലും അതല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണ സാമഗ്രികളുടെ വിലക്കയറ്റമായാലും പിന്നെ പാരിസ്ഥിതിക ആഘാത പഠനവുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി സൗഹൃദ നിർമ്മാണങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ദീർഘങ്ങളായ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിസന്ധികളെ ഏതൊക്കെ രീതിയിൽ നമുക്ക് അഡ്രസ്സ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് അതിൻ്റെ പ്രതിവിധികൾ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുമാണ് ലെൻസ്ഫെഡ് വടകര ഏരിയ കമ്മിറ്റി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്.